ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു സ്വീറ്റ് സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ പണ്ട് മുതലേ മലബാർ ഏരിയയിലൊക്കെ ഉണ്ടാക്കിയിരുന്ന ഒരു പോപ്പുലർ ആയിട്ടുള്ള വിഭവമാണ് നെയ്യട. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നെയ്യടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് നെയ്യട തയ്യാറാക്കാൻ രണ്ട് വിധത്തിലുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരം നോക്കിയിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുത്തിട്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്റർ നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ബാറ്റർ ഒന്ന് നോക്കുക, ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ലൂസിലുള്ള ബാറ്ററാണ് കേട്ടോ വേണ്ടത്. ഇപ്പോൾ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാറ്റർ തയ്യാറാക്കാം. അടുത്ത ബാറ്ററിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട ഒരു ബൗളിൽ പൊടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 3/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. മുട്ടയുടെ ആ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഈ ഏലക്കാപ്പൊടി ഞാൻ പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിയുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇത് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയെടുത്താലും മതി. പക്ഷെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് അടിച്ചെടുത്താൽ പതഞ്ഞ് വരും മുട്ടയൊക്കെ. അപ്പോൾ നമുക്കങ്ങനെ പതഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുകി കിട്ടിക്കോളും. പഞ്ചസാര ഒന്ന് മെൽറ്റായി വന്നതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കായുടെ ഫ്ലേവറും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു വിചാരിച്ചിട്ട് പിന്നെ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഏലക്കായുടെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനി യെല്ലോ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്ത് നെയ്യൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് മൂത്ത ശേഷം നമുക്കിതിലേക്ക് കിസ്മിസും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് മാറ്റി വെക്കാം. പിന്നെ ഈ നെയ്യട നമുക്ക് 2 രീതിയിൽ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്ന രീതിയും പിന്നെ അതുപോലെ നമുക്ക് നേരിട്ട് പാനിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്ന രീതിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കട്ടിയുള്ള ചൂട് കട്ടിയുള്ള നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ അടിയൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഇതാവുമ്പോൾ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഞാനിവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിൽ ഇതുപോലൊരു സ്റ്റീൽ പ്ലേറ്റിൽ അല്പം നെയ്യാക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും നെയ്യൊന്ന് തടവി കൊടുക്കണം. പാത്രത്തിൽ അത്യാവശ്യം തന്നെ നെയ്യാക്കി കൊടുക്കണം കേട്ടോ. എന്നാലേ നമ്മളിത് നെയ്യട പുറത്തെടുക്കുമ്പോൾ അത് അടിയിലൊന്നും പറ്റി പിടിക്കാതെ കിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ മൈദയുടെ മാവാണ്. ഇതുപോലെ ഒരു 1-2 തവി ഇതുപോലെ കട്ടിയില്ലാതെ ഒഴിച്ചു കൊടുക്കുക. പാത്രം ഒന്ന് നിരന്ന് വരാൻ വിധത്തിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോരുത്തർക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ മുട്ടയുടെ മിക്സ് ഉള്ള ലെയറാണ്. അത് ഇതുപോലെ കട്ടിയില്ലാതെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലും നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ നമുക്ക് അല്പസമയം കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെല്ലെ കൈ വെച്ചിട്ടൊന്ന് തൊട്ട് നോക്കിയാൽ കൈമേലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ ഇത് വെന്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ അല്പം നെയ്യൊന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് അടുത്ത ലെയർ ഒഴിച്ചു കൊടുക്കാം. അടുത്ത ലെയർ വെള്ള ലെയറാണ്.
അപ്പോൾ എല്ലാ ലെയറും ഇതുപോലെ കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നെയ്യിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൈദയുടെയും മുട്ടയുടെയും മാവായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നമ്മൾ ഇറച്ചിപ്പത്തിരി ഒന്നും വേവിക്കുന്ന അത്ര സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ മൈദമാവ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാം ഈ ഒരു മാവ് തീരുന്നത് വരെ ഇതുപോലെ തന്നെ ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ലാസ്റ്റ് ലെയറിൽ വരേണ്ടത് നമുക്ക് മൈദാമാവിൻ്റെ ബാറ്ററാണ്. അപ്പോൾ അടിയിലും മുകളിലും വൈറ്റ് കളറിലിരിക്കും. പിന്നെ നമുക്ക് ആ ഒരു ഇടയിലൊക്കെ ഇങ്ങനെ യെല്ലോ കളറിലും കൂടി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇപ്പോൾ ലാസ്റ്റ് ലെയർ ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 5 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വെന്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് പതുക്കെ ഒന്ന് സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ അതുപോലെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ടോ എന്നാണ് അർത്ഥം. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കാനൊക്കെ. ഇപ്പോൾ നമ്മുടെ നെയ്യുടെ ഇവിടെ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒന്ന് വെടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇത് അത്രയ്ക്ക് അങ്ങ് ഭംഗി തോന്നില്ല. അപ്പോൾ കട്ട് ചെയ്തിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ലെയറൊക്കെ കറക്റ്റായിട്ട് കാണുള്ളൂ. അപ്പോൾ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ നെയ്യട ഇതുപോലെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.